ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്കൊരു പോർഷൻ കിട്ടി. ചിലർ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയും ആണ് ഇത് ചാണക്യനീതിയിലെ വേറൊരു കോട്ടാണ്. അതിൻ്റെ വിവർത്തനമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പം അത് യസ്മിൻ ദേശ ന സമ്മാനോ ന വൃത്തിർ ന ച ബാന്ധവ ന ച വിദ്യാഗമ ഖച്ചിൽ തം ദേശം പരിവർജയേ എന്നാണ് ചാണക്യൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിവർത്തനം ഇങ്ങനെയാണ്: നമ്മുടെ അന്തസ്സും അഭിമാനവും അംഗീകരിച്ചു തരാനോ തന്മൂലം മാന്യമായി തൊഴിൽ ചെയ്തു ജീവിക്കാനോ അനുവദിക്കാത്ത ജനങ്ങളുള്ള ഒരു പ്രദേശം, മാന്യതയോടെ കുടുംബജീവിതം പോലും അസാധ്യമായ ഇപ്രകാരമുള്ള ഒരു ദേശത്ത് ഒരു കാരണവശാലും നാം താമസിക്കുക. എത്രയും വേഗം സ്ഥലം വിട്ടോ പോകണം എന്നാണ് ചാണക്യൻ പറയുന്നത്. ഇവളെ ഞങ്ങളുടെ കൈ കിട്ടട്ടെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് തെറിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുള്ളവരടുത്ത് നമ്മളെങ്ങനെ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടുപോയൊരു ദേശം ഉണ്ടായിരുന്നു. അവിടെ അതിദയുള്ളൊരു രാജാവും ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ലേശം നൊസ്സുള്ളത് കൊണ്ടേ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. എങ്ങനെ നൊസ്സ് വരാതിരിക്കും ഇങ്ങനെയുള്ള ജനങ്ങളുള്ളടത്ത്? ഈ പാമ്പിൻ്റെയും പഴുതാരയുടെയും പട്ടികളുടെയും ഇടയിൽ കിടന്ന ഒരു ഭയം, അതായത് ഒരു സ്ത്രീ സ്വന്തം കുഞ്ഞിനെ പട്ടി കടിച്ചെടുത്തോണ്ട് പോകുന്നത് കാണുന്ന ഒരു സ്ത്രീയുടെ മാനസികാവസ്ഥ. പിന്നത്തെ എല്ലാവരും ഞാൻ എന്താ കരിയർ ഉപേക്ഷിച്ച് ഞാൻ എന്താ ഒരിടത്തും സ്ഥിരമായി നിൽക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നത്. ശനിയും ഞായറും മാത്രം ലീവ് തരുകയും ഓണത്തിനും ക്രിസ്മസിനും 10 ദിവസം അവധി തരുന്ന ഒരു സ്ഥാപനങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ കരിയറിനേക്കാളും പൈസയെക്കാളും ഒക്കെ വലുത് എൻ്റെ കുട്ടിയാണ്. അത് ഞാൻ എടുത്തൊരു പ്രതിജ്ഞയാണ്. ഞാൻ ജീവനോടെ ഇരിക്കുന്നത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ ജീവൻ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്. അതിന് ഏക റീസണും അവനാണ്. അപ്പോൾ ഈ കുട്ടിക്ക് വേണ്ടി ഞാൻ ജീവിച്ചിരിക്കണം എന്നുള്ളത് എൻ്റെ ആവശ്യവും എന്നെ പലയിടങ്ങളിൽ നിന്ന് ഓടിക്കേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലുള്ളവരുടെ ആവശ്യമുള്ളതുകൊണ്ട് എനിക്ക് കുറേ ഗിമിക്സുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ എനിക്ക് പറ്റത്തില്ല. കാരണം എൻ്റെ ഒരു പ്രൊഫഷൻ അനുസരിച്ച് ഞാൻ ലോഡ് ചെയ്യുന്നൊരു ഇഞ്ചക്ഷൻ മാറ്റി വെച്ചാൽ മതി എൻ്റെ ജീവിതം പോകാൻ. അത്തരത്തിലുള്ള ആൾക്കാരുടെ ഇടയിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. അപ്പം ഞാൻ ബുദ്ധിപൂർവ്വം ഒരു കണ്ണാടിപ്പെട്ടിക്കുള്ളിലായി. ദാറ്റ് വാസ് മൈ ഗിമിക്സ്. കണ്ണാടിപ്പെട്ടിക്കുള്ളിലിരുന്നപ്പോഴും ഇവളെ കൊല്ലൂ, ഇവളെ ഓടിക്കും. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലായത്? അന്തസ്സുള്ള ജോലി ചെയ്ത് ജീവിക്കാൻ അവിടെ പറ്റത്തില്ല, അവിടെ നമുക്ക് അംഗീകാരം കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓടിക്കൊള്ളണം. അത് ഈ ചാണക്യ നീതി അനുസരിച്ച് ഞാൻ ഓടി. അപ്പം എനിക്ക് നൊസ്സാണോ? ഈ ദ്രോഹിക്കുന്നവർക്കൊരു ചിന്തയുണ്ട്. അവർ നമ്മളെ ദ്രോഹിച്ചിട്ട് ഇവരെന്താ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാപികളായതുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന്. അല്ല, നിങ്ങൾ ചെയ്യുന്ന ദ്രോഹത്തിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നു. പക്ഷേ ഒരു സമയത്ത് തിരിച്ചു വരും. കർമ്മ ഇറ്റ്സ് എ ബൂമറാങ്. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സെൻറ്റൻസ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സിംഗിൾ പാരൻസിനെ എല്ലാത്തിലും പറയാം, സിംഗിൾ പാരൻസിനെ യാതൊരു കാരണവശാലും നിങ്ങൾ ഉപദ്രവിക്കരുത്. ബിക്കോസ് നിങ്ങൾക്ക് അവരുടെ തലത്തിലേക്ക് എത്തിച്ചെല്ലാൻ പറ്റത്തില്ല. അവരെന്തോരം സ്ട്രഗിൾ ചെയ്യുന്ന 4 പേരെങ്കിലും ഇല്ലാതെ ഒരു ഫാമിലി ഇല്ല. ആ ഫാമിലിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരാളാണ്. ഭയങ്കര ധൈര്യമുള്ളവർക്കേ അത് ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഉപദ്രവിക്കരുത്. കണക്ക് ചോദിക്കും തിരിച്ച്. നിങ്ങൾക്കൊരിക്കലും അവരുടെ സ്ട്രഗിൾസ്, ബിക്കോസ് ഫാമിലി എന്ന ചട്ടക്കൂടിൽ 4 ചുമരുകൾക്കുള്ളിൽ സുഖമായി ജീവിക്കുന്ന നിങ്ങൾക്ക് അവരുടെ സ്ട്രഗിൾസ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഈ സിംഗിൾ പാരൻസ് ഒന്നും സൈക്കാട്രിക് പേഷ്യൻസ് അല്ല. അവർ പ്രസവിക്കാതിരുന്നിട്ടില്ല. വൈസ് വേഴ്സ പുരുഷനായാലും അവരവരുടെ ധർമ്മങ്ങളെല്ലാം ഒരു കുട്ടിയെ ജനിപ്പിച്ചു, മറു സൈഡിലൊരു കുട്ടിയെ പ്രസവിച്ചു. അപ്പോൾ പിന്നെ അതുവരെയൊക്കെ ചെയ്തു പോകാൻ പറ്റുമെങ്കിൽ അവർക്ക് മാനസിക പ്രശ്നമല്ല. സ്ത്രീയുടെ സൈഡിൽ നോക്കിയാൽ ഒരു ഫസ്റ്റ് 2-3 ഇയേഴ്സ് ഓഫ് മാരേജ് ഈ അതിഭീകരമായ പ്രണയം ഭർത്താവിനോടുള്ള അല്ലെങ്കിൽ ഭാര്യയോടുള്ള പ്രണയം ഉണ്ടാക്കുന്ന
ചില പൊസസീവ്നെസ് ആയിരിക്കും ഒരു കുടുംബം ചിലപ്പോൾ തകർന്നു വന്നത്. അത് മനസ്സിലാക്കാൻ മനസ്സായിട്ട് നിൽക്കുന്ന ആൾക്ക് പറ്റിയാൽ രക്ഷപ്പെട്ടു. മനസ്സിലായോ? അപ്പോൾ നമ്മൾക്ക് ഒരാളുടെ വേദനയുമായിട്ട് അവരുടെ എമ്പതി അത്രത്തോളം പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഒരു സൈഡിലിരിക്കുന്ന ആൾ ഏതവസ്ഥയിൽ കൂടി പോകുന്നെന്ന് കംപ്ലീറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ഉപദ്രവിക്കാതിരിക്കുക. സമൂഹത്തിൽ അംഗീകാരം ലഭിക്കുക എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും അഭിലാഷമാണ്. ഇത് ഞാൻ പഠിച്ചാൽ മതി, ഈ ടൂറിന് ഞാൻ പോയാൽ മതി, ഈ പ്രൊമോഷൻ എനിക്ക് മാത്രം കിട്ടിയാൽ മതി, എനിക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടിയാൽ മതി. ഇങ്ങനെ ചിന്തിച്ചാൽ സമൂഹത്തിൽ മറ്റുള്ളവരും ഇല്ലേ? നമ്മൾ അവർക്കും ഈ ആഗ്രഹങ്ങളുണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യണ്ടേ? നമ്മൾ മാത്രം ഇപ്പോൾ മുന്നോട്ട് പോയാൽ മതിയോ? സമൂഹജീവിയായ മനുഷ്യൻ പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്താൽ മാത്രമേ നാടിന് ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാവുകയുള്ളൂ. ചില ടേബിളുകളുടെ മുമ്പിൽ നമ്മൾ മണിക്കൂറുകളോളം ചെന്ന് നിന്നാലും പ്ലീസ് സിറ്റ് ഡൗൺ കേൾക്കത്തില്ല. പക്ഷേ നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് എണീക്കുമ്പോൾ പോലും നോ യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ് എന്ന് പറയുന്ന മഹാമനസ്കരുമുണ്ട്. അപ്പോൾ നമ്മളും അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യണം. ചില പർട്ടിക്കുലർ വ്യക്തികൾക്കുള്ളത് മാത്രമല്ല കസേര, പല രീതിയിലും നേടിയെടുക്കാനുള്ളതും അല്ല കസേര. നമ്മുടെ കഴിവുകൾക്ക് കിട്ടുന്ന അംഗീകാരമായിരിക്കണം. മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അതുപോലെ ആയിരിക്കണം നാം മറ്റുള്ളവർ പെരുമാറേണ്ടത്. ഞാൻ ആർക്ക് എന്ത് ചെയ്തു കൊടുത്താലും അവസാനം എനിക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ഈ പറച്ചിൽ തന്നെ മതി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ. ഇനി നാം എങ്ങനെയുള്ള ഉപകാരങ്ങളാണ് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്തതെന്ന് കൂടി എഴുതി വെച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. ഞാൻ എങ്ങനെയാണ് ഒരാളെ ഉപകാരം ചെയ്തത്. അയാളെ പല കുറ്റങ്ങൾ കണ്ടുപിടിച്ച് ഹയർ സെൻറ്റേഴ്സിൽ ഇൻഫോം ചെയ്ത് അയാളുടെ തൊഴിലില്ലാക്കാൻ ശ്രമിച്ചാൽ നമുക്കും അത് തന്നെ വരത്തുള്ളൂ. ഒരു സ്ത്രീയെ ജീവിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്താൽ നമുക്കും അത് തന്നെ വരത്തുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് പോലെ ആയിരിക്കണം നാം മറ്റുള്ളവരോടും പെരുമാറേണ്ടത്. പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമേ മനുഷ്യന് സമൂഹത്തിൽ ജീവിക്കുവാൻ സാധിച്ചുള്ളൂ. വളരെ വേദനയോട് പറയട്ടെ, ഈ അവസാനം കുറേ നാളുകളിലൊക്കെ എൻ്റെ വർക്ക് അറ്റ്മോസ്ഫിയർ ഈസ് ലൈക്ക് എവിടെ നിന്നാണ് പാര വരുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രതികരിക്കാറുണ്ട്. ഞാൻ പ്രതികരിച്ചത് ഒരിക്കലും എൻ്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ സാലറി കൂട്ടി അത് തീരെ ഭക്ഷണം കിട്ടാതാകുമ്പോൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഭക്ഷണം ഇല്ലാതായ അവസരങ്ങളിൽ മാത്രമേ പറയാറുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മൾ പ്രതികരിക്കുന്നത് നമ്മൾ ഒരു സിസ്റ്റം വൈസ് ഇതിൽ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്, സിസ്റ്റത്തിലെല്ലാം റെക്കോർഡിലാണ്. ദെൻ വൈ വി ഹാവ് ടു യൂസ് സോ മച്ച് ഓഫ് പേപ്പേഴ്സ്? ആവശ്യമുള്ളപ്പോൾ മാത്രം. അതൊരു സ്ഥാപനത്തിൻ്റെ ധനനഷ്ടം ഉണ്ടാക്കുന്ന സമയം പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിപൂർവ്വം ചെയ്ത് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റും. അല്ലാതെ ഇവളെ ഇങ്ങോട്ട് വിട്ടേക്ക്, ഞാനിവിടെ നിന്ന് തുരത്തിയേക്കാം. നമ്മളപ്പോൾ എന്ത് ചെയ്യുക? അവർ തുരത്തും മുമ്പേ ബുദ്ധിപൂർവ്വം അവിടെ നിന്ന് മാറുക. അതാ ചാണക്യൻ പറയുന്നത്. കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ വികാരങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ അസ്വസ്ഥത ഉടലെടുക്കുന്നു. ഞാനൊരു കൂട്ടം മനുഷ്യരോട് എനിക്ക് പറയാനുള്ളൊരു ഉപദേശം ഇതാണ്. കാര്യസാധ്യത്തിനായി മറ്റുള്ളവരെ വികാരങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൽ അസ്വസ്ഥത. തൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു കേൾപ്പിച്ച് തൻ്റെ സ്ഥാനം പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ജനങ്ങൾക്കിടയിലും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതയും ഉടലെടുക്കുന്നു. ഒരാൾ പറയുന്നത് മാത്രം വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്കിടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു. ഞാൻ ഈ ഇടയ്ക്ക് എവിടെ വായിച്ചിട്ടുള്ളത്, ജപ്പാനിലൊരു കമ്പനിയിലെങ്ങാണ്ട് തകർച്ച വരുമ്പോൾ അവരവിടുത്തെ
എല്ലാ ജീവനക്കാരെയും വിളിച്ച് അഭിപ്രായങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ മുന്നോട്ട് നിൽക്കും. അപ്പോൾ 40 പേരുള്ള ഒരു കമ്പനിയാണെങ്കിൽ 40 അഭിപ്രായങ്ങൾ കിട്ടി. നമുക്ക് പൈസ ഇല്ല, നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത് വലിയ വലിയ ആൾക്കാരെ ഒരു സ്ഥലത്ത് വെച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ ചെറിയ തീപ്പൊരികൾ ഇങ്ങനെ അസ്വാരസ്യങ്ങളുണ്ടാകും. ചിലരുടെ കാര്യം, എനിക്ക് ഈ പൊസിഷനിൽ നിൽക്കണമെങ്കിൽ, ഞാൻ എൻ്റെ ബോസിൻ്റെ മുമ്പിൽ നല്ലതാവണമെങ്കിൽ ഈ 10 പേരുടെ 2 പേരുടെ